Where are you going in the early morning? ഇപ്പോൾ ഡേ 5 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനും ജേസിയും കൂടി രാവിലെ 5 മണിക്ക് എണീറ്റിട്ടോ. ലേറ്റായിട്ട് ഉറങ്ങി, എന്നാലും നമ്മൾ 5 മണിക്ക് എണീറ്റിട്ട് നേരെ ജിമ്മിലോട്ടാണ് വന്നത്. കുറച്ച് സ്ട്രെച്ചിങ്ങും പിന്നെ അതേപോലെ ലൈറ്റ് വർക്കൗട്ടും നമ്മൾ ചെയ്തു. ഏത് കൺട്രി ആയാലും വർക്കൗട്ട് വിട്ട് നോ കോംപ്രമൈസ്. അതിപ്പോൾ എന്തായാലും എങ്ങനെയായാലും എന്ത് സിറ്റുവേഷൻ ആയാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. അതുപോലെ അവിടെ നിന്ന് കഴിക്കുന്ന ഫുഡ് നല്ല ഫുഡ് തന്നെ കഴിക്കാനും ശ്രമിക്കാറുണ്ട്. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് വന്നത്. അത്യാവശ്യം നല്ല ഹ്യൂജ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു കഴിക്കുന്നതിന്. കാരണം അന്ന് റേസ് ഡേ ആയതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ കഴിച്ചുകൂടൂ എന്ന് കോച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ടെൻറ്റിലോട്ടാണ് വന്നത്. റേസ് ട്രാക്കിന് തൊട്ടടുത്താണ് നമ്മുടെ റെസ്റ്റിംഗ് ടെൻറ്റ്. ഇതൊരു ഓപ്പൺ ഡ്രാഗൺ ബോട്ടിംഗ് ചാമ്പ്യൻഷിപ്പാണ്. ഓൾമോസ്റ്റ് 45 ടീംസ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു ടീമാണ് നമ്മളും. അപ്പോൾ ഇത് 500 മീറ്റർ റേസാണ്. ഇതാണ് റേസ് വെന്യൂ. ഇതാണ് നമ്മുടെ ടീം. അതേപോലെ റേസ് വെന്യൂ ഇതാണ് നമ്മുടെ റേസ് വെന്യൂ. വിക്ടോറിയ ഹാർബർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ് ഇവിടെയും എൻഡിങ് ആ കാണുന്ന 500 മീറ്റർ എന്ന് പറയുമ്പോൾ അവിടെയാണ്. ഏകദേശം 1/2 കിലോമീറ്ററോളം നമ്മൾ റോ ചെയ്യണം. അതിനുശേഷം നമ്മൾ മത്സരം കഴിഞ്ഞ് നമ്മൾ ക്വാളിഫൈ ആയി അടുത്ത റൗണ്ടിലേക്ക്. അപ്പോൾ നാളെയാണ് അടുത്ത മത്സരം. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തു. തിരിച്ച് റൂമിലോട്ട് തന്നെ പോകാനുള്ള പ്ലാനായിരുന്നു. എന്നിട്ട് വീട്ടിലോട്ട് വീഡിയോ കോളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മളൊരു പൂൾ ബ്രേക്കൊക്കെ എടുത്ത് അത്യാവശ്യം റിഫ്രഷ് ആയിട്ട് ഈവനിങ് ഫ്രീ ആയപ്പോൾ എല്ലാവരും കൂടി എന്ത് ചെയ്തു, പുറത്തോട്ട് ഇറങ്ങി. ഇവിടെ സ്ഥലമൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ നമ്മൾ ഈവനിങ് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. അവിടെ ഒരു ടൈം സ്ക്വയർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉള്ള ഏരിയ ആണ്. അപ്പോൾ അവിടെ കാണാമെന്ന് വിചാരിച്ചാൽ നമ്മൾ നേരെ ബസ് സ്റ്റേഷനിലേക്കാണ് പോയത്. ഇവിടെ ബസ്സൊക്കെ എന്ന് വെച്ചാൽ അടിപൊളി ഡബിൾ ഡെക്കറാണ് മോസ്റ്റ്ലി. നമുക്കവിടെ നമ്മുടെ ക്രെഡിറ്റ് കാർഡൊക്കെ സ്വൈപ്പ് ചെയ്തിട്ട് ബസ്സിന് പേ ചെയ്യാം. നമ്മൾ നേരെ പോയത് ടൈം സ്ക്വയറിലോട്ടാണ്. അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചറും നല്ല റോഡും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഇതായിരുന്നു ആ ടൈം സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലം. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒരു ഭയങ്കര റഷുള്ളൊരു പ്രൈസ്. അങ്ങനെ അത് കഴിഞ്ഞ് ആ ഡേ അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു ഹോട്ടലിൽ ഡിന്നർ കഴിക്കാൻ കയറി. ഇന്ന് മക്ഡൊണാൾഡ്സ് പറ്റില്ല, ഇവരെന്നെ വിടില്ല. അതുകൊണ്ട് നല്ലൊരു ചൈനീസ് ഡിഷ് വിത്ത് കോൾഡ് കോഫി പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് ഡേൻ്റെ റേസിൻ്റെ വിശേഷങ്ങൾ നാളെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ടാറ്റാ, സീ, ബൈ ബൈ.